വീണ്ടും വിവാദ പ്രസ്താവനയുമായി ട്രംപ്. അമ്പരപ്പിക്കുന്നതിലുപരി ലോകരാജ്യങ്ങളെ ചിരിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപ് നടത്താറുള്ളത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റത് 2025 ജനുവരി 20. ചുമതലയേറ്റ് 6 മാസത്തിനുള്ളിൽ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചത് 6 യുദ്ധങ്ങളെന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? സംശയിക്കേണ്ട, ഇതെല്ലാം ചെന്നെത്തുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ്. നൊബേൽ സമ്മാനം തന്നെയാണ് മനസ്സിലുള്ളത്. ആവർത്തിക്കുന്ന ഈ പ്രസ്താവന താൻ സ്വയമേ ഒരു ആഗോള മധ്യസ്ഥനാണ് എന്ന് വരുത്തി തീർക്കാനാണെന്ന് നിസ്സംശയം പറയാം. 6 യുദ്ധങ്ങൾക്ക് തടയിട്ടു എന്ന് അവകാശപ്പെടുമ്പോൾ അതിലൊന്ന് ആണവയുദ്ധമാകുമെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. അപ്പോൾ പിന്നെ സമാധാനത്തിലുള്ള നൊബേൽ കൊടുക്കാതെ വയ്യ. ഈ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന ട്രംപ് മറന്നുപോകുന്ന ഒരു കണക്കുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് 14 പേരാണ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് 60 പേരും. പകുതിയിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. അധികാരത്തിലേറിയാൽ ഉടൻ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിന്റെ വാഗ്ദാനം. ചുമതലയേറ്റ 8 മാസങ്ങൾ പിന്നിടുമ്പോഴും അവസ്ഥ പരിതാപകരം തന്നെയാണ്. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധമുനമ്പിൽ യാതൊരു പുരോഗതിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും യൂറോപ്യൻ രാജ്യങ്ങളുമായി തീരുമാനിച്ച ചർച്ചകൾക്ക് മുൻപാണ് 6 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച വിവരം ട്രംപ് വെളിപ്പെടുത്തിയത്. എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ 6 യുദ്ധങ്ങൾ എന്ന് നോക്കാം. ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ യുദ്ധം, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയും, കംബോഡിയയും തായ്ലൻഡും, ഇന്ത്യ പാകിസ്ഥാൻ, അർമേനിയ അസർബൈജാൻ, സെർബിയയും കൊസോവോയും എന്നിവയാണിത്. ട്രംപ് ഉദ്ധരിച്ച ഏറ്റവും നാടകീയമായ എപ്പിസോഡുകളിൽ ഒന്ന് ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള 12 ദിവസത്തെ യുദ്ധമായിരുന്നു. ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കൊണ്ട് അമേരിക്ക നേരിട്ട് ഇടപെട്ടു. അതിനുശേഷം ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. കൂടുതൽ സംഘർഷം തടയുന്ന ഒരു വഴിത്തിരിവായി അതിനെ രൂപപ്പെടുത്തി. ഇറാന്റെ ആണവശേഷി കുറയ്ക്കുകയും വിശാലമായ സംഘർഷത്തിനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്ത ഒരു വിജയമായാണ് വൈറ്റ് ഹൌസ് ഈ നീക്കത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ട്രംപ് ഭരണകൂടം പതിവായി ഉദ്ധരിക്കാറുള്ള മറ്റൊരു ഉദാഹരണം ജൂലൈയിൽ കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള 5 ദിവസത്തെ അതിർത്തി സംഘർഷമാണ്. ഇത് ഡസൻ കണക്കിന് ആളുകളുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകളുടെ നാട് കടത്തലിനും കാരണമായിട്ടുണ്ട്. വെടിനിർത്തലിന് സമ്മർദ്ദം ചെലുത്താൻ US പ്രസിഡന്റ് ഇരു രാജ്യങ്ങളെയും നേതാക്കളെ നേരിട്ട് ഫോണിൽ വിളിച്ചിരുന്നു. സങ്കീർണമായൊരു സാഹചര്യം ലളിതമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ട്രംപ് അന്ന് പ്രതികരിച്ചത്. ഒടുവിൽ വാഷിംഗ്ടണിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും മലേഷ്യയിലൂടെ വെടിനിർത്തൽ കരാറിൽ ഒപ്പിടുകയായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഏപ്രിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. പാക് അധിനിവേശ കശ്മീരിനുള്ളിലും പാകിസ്ഥാനിലുമുള്ള പാകിസ്ഥാൻ ലക്ഷ്യങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ഇന്ത്യ ആക്രമിച്ചത്. 2019 ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ആക്രമണമായിരുന്നു ഈ ഏറ്റുമുട്ടൽ അടയാളപ്പെടുത്തിയത്. ദിവസങ്ങൾ നീണ്ടുനിന്ന ആക്രമണത്തിന് ശേഷം ട്രംപ് ഒരു പ്രമേയം പ്രഖ്യാപിച്ചു. അതിങ്ങനെയായിരുന്നു: അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു രാത്രി നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടിയുള്ളതുമായ ഒരു സമാധാനത്തിന് സമ്മതിച്ചതായി പ്രഖ്യാപിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്. ബുദ്ധി ഉപയോഗിച്ചത് ഇരു രാജ്യങ്ങൾക്കും അഭിനന്ദനങ്ങൾ. എന്നാൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്നുള്ള ട്രംപിന്റെ വാദം ഇന്ത്യ പരസ്യമായി തള്ളിയിരുന്നു. എങ്കിലും ക്രെഡിറ്റ് ട്രംപിന് വേണം. സമാധാന നൊബേലിനായി ട്രംപ് പരാമർശിക്കുന്ന പല സംഘർഷങ്ങളും ഇതിനകം തന്നെ ശമിച്ചവയായിരുന്നു. മറ്റുള്ളവ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് നടന്നിട്ടുള്ളത്. കരാറുകൾ പ്രഖ്യാപിച്ചിട്ടും പലതിലും അക്രമം തുടരുകയും ചെയ്യുന്നുണ്ട്. എത്യോപ്യ, ഈജിപ്ത് തുടങ്ങിയ ചുരുക്കം ചില കേസുകളിൽ യുദ്ധമൊന്നും ഉണ്ടായിരുന്നുമില്ല. നീണ്ടുനിന്ന നയതന്ത്ര തർക്കം മാത്രമായിരുന്നു അവിടെ നിലനിന്നത്. വാസ്തവം എന്തെന്നാൽ മിക്കവാറും എല്ലാ സാഹചര്യങ്ങളിലും ദീർഘകാല സ്ഥിരത കൈവരിക്കുക എന്നത് ഇപ്പോഴും അസാധ്യമാണ്.